ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്താണ്? നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒരു സെറ്റ് കൺസിഡർ ചെയ്യാം. സപ്പോസ് സെറ്റ് എ ഈസ് ഈക്വൽ ടു the elements of the set, let us take 2, 3, 5, 7. Okay, നമുക്കറിയാം ഏതൊരു സെറ്റിനും ഒരു സൂപ്പർ സെറ്റ് ഉണ്ടാകും. Okay, that set is called universal set. So A യുടെ universal set എഴുതാം. That means we know that any set is subset of its universal set. So A യിലെ എല്ലാ എലിമെന്റ്സും വേണം. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എടുക്കുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം ഇവിടെ രണ്ടിടത്ത് നോക്കാം. എയിലുള്ളത് 4 എലിമെന്റ്സ് ആണ്. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൽ 4 എലിമെന്റ്സ് ആണ് എയിലുള്ളത്. ബാക്കിയുള്ളവ എയിലില്ലാത്തതാണ്. സോ എയിലില്ലാത്ത എലിമെന്റ്സ് നമുക്ക് എഴുതാം. ദ എലിമെന്റ്സ് വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു എ. ഓക്കെ, സോ that is, I'm writing that set in that elements in a set. The elements are 1 a-illa, 4 a-illa, 6 a-illa, 8, 9, 10. ഈ സെറ്റിലെ എലമെന്റ്സ് എ എന്ന് പറഞ്ഞ സെറ്റിൽ ഇല്ലാത്തതാണ്, പക്ഷെ അത് എയുടെ യൂണിവേഴ്സൽ സെറ്റിലുള്ളതാണ്. ഈ സെറ്റിനെയാണ് നമ്മൾ കോംപ്ലിമെന്റ് ഓഫ് എ എന്ന് പറയുന്നത്. Complement of A, complement set of A. Okay, so complement of A നെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് A ഡാഷ് അല്ലെങ്കിൽ A പവറിൽ C എന്ന് എഴുതാം. C for complement. Okay, A ഡാഷ് or A കോംപ്ലിമെന്റിന് AC or അതും അല്ലെങ്കിൽ A ബാർ എന്നും എഴുതാം. ഇങ്ങനെ എഴുതുവാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് കോംപ്ലിമെന്റ് ഓഫ് A എന്നാണ്. Okay, so how will you define complement of a set? The set of all elements belong to U and does not belong to A is the complement of set A. So set builder formula നമ്മൾ A complement എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? അതിലെ എലമെന്റ്സിന്റെ ഒക്കെ കോമൺ പ്രോപ്പർട്ടി എന്താണ്? That elements are all from the universal set U and that elements are not in the set A. A complement ആണ് എഴുതുന്നത്, so A യിൽ ഉണ്ടാകാൻ പാടില്ല. This is same as ഈ സെറ്റ് ബിൽഡർ ഫോം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? This is the set U minus A ആണല്ലോ. U minus A എന്ന് പറഞ്ഞ എലമെന്റ്സ് എല്ലാം U യിൽ ഉണ്ടാവണം, പക്ഷെ A യിൽ ഉണ്ടാവണം. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. So A complement is same as the difference of universal set and the set A. Okay, so let's see the definition of complement of set A again. Definition of complement of a set: the set of all elements belong to U and does not belong to A is the complement of set A denoted by A dash or AC or A bar. A dash means it is in set builder form X such that X belongs to U and X does not belong to A, that is same as U minus A. Now let's draw the Venn diagram of A complement. Okay, so A complement in the Venn diagram varakan first we need to draw the rectangle representing the universal set U. So ഇവിടെ ഒരു സെറ്റ് ഉള്ളൂ, അത് A ആണ്. The set is A. Okay, so what is complement of A? ആ ഭാഗം ഷെയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ് ആണ്, പക്ഷെ എയിൽ ഉണ്ടാകാൻ പാടില്ല. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ എ എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഉൾഭാഗം മാത്രം ഒഴിവാക്കി ഷെയ്ഡ് ചെയ്യാം. സോ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ എലമെന്റ്സ് യുയിലുള്ളതാണ്, പക്ഷേ എയിൽ ഇല്ലാത്തത് ആണ്. എക്സാമ്പിൾ 20 പേജ് നമ്പർ 19. Let U is equal to set 1, 2, 3, 4, 5, 6, 7, 8, 9, 10 and A is equal to 1, 3, 5, 7, 9. Find A complement. A complement എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ U minus A ആണ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ് പക്ഷെ എയിൽ ഉണ്ടാവരുത്. സോ യുയിലും എയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ഒഴിവാക്കി ബാക്കിയുള്ള യുയിലെ എലമെന്റ്സ് ആണ് എഴുതേണ്ടത്. സോ ഏതൊക്കെ വരും? 2, 4, 6, 8, 10. So A complement is equal to 2, 4, 6, 8, 10.
Example 21, page number 19. Let U be the universal set of all the students of class 11th of a co-educational school and A be the set of all girls in class 11th. Find A complement. So, ഇവിടെ a class of 11th എന്ന് പറഞ്ഞാൽ ഗേൾസും ഉണ്ടാവും ബോയ്സും ഉണ്ടാവും. So, A is the set of all girls in class 11th ആണെങ്കിൽ what will be A complement? A complement is clearly the set of all boys in the class. നമുക്കറിയാം A complement എന്ന് പറഞ്ഞാൽ universal set minus A ആണ്. That means A union A complement എന്ത് കിട്ടണം? Universal set കിട്ടണം. So set of all girls in a class union set of all boys in a class is the class 11. Okay? Exercise 1.5 question number 2. If U is equal to set elements A, B, C, D, E, F, G, H, find the complements of the following sets. So first set is A. A is equal to A, B, C. Then what is A complement? യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ് ആണ് നമ്മൾ എ കോംപ്ലിമെന്റിൽ എഴുതുക. സോ ദ റിമൈനിങ് എലമെന്റ്സ് ആർ ഡി, ഇ, എഫ്, ജി, എച്ച്. ഈ രണ്ട് സെറ്റിന്റെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് കിട്ടണം. ആ രീതിയിലാണ് എയും എ കോംപ്ലിമെന്റും എഴുതുക. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് ഇസ് ബി. ദ എലമെന്റ്സ് ആർ ഡി, ഇ, എഫ്, ജി. സോ വാട്ട് ഇസ് ബി കോംപ്ലിമെന്റ്? കോംപ്ലിമെന്റ് ഓഫ് ബി, the elements which belong to U but not to B. Okay, ഏതാണ്? A, B, C, D യും E യും F ഉം G യും B യിലുണ്ട്. സോ എഴുതരുത്, അവസാനം H. So B complement is equal to set A, B, C, H. Third set C is equal to A, C, E, G. So what is C complement? The elements which belong to U but not to C. So what are they? B, D, F, H. Okay, so this is C complement. അടുത്തത് D തന്നിട്ടുണ്ട്, F, G, H, A. We need to write D complement. എങ്ങനെ D complement എഴുതാം? യൂണിവേഴ്സൽ സെറ്റിലുള്ള എലിമെന്റ്സ് എല്ലാം എഴുതണം, അത് ഡിയിൽ ഉണ്ടാകാൻ പാടില്ല. സോ ഡിയിലുള്ള എലിമെന്റ്സ് ഏതൊക്കെയാണ്? എഫ്, ജി, എച്ച്, എ. സോ അത് ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള എലിമെന്റ്സ് ആണ് ഡി കോംപ്ലിമെന്റിൽ വരിക. ബി, സി, ഡി, ഇ. Exercise 1.5 question number 3. Taking the set of natural numbers as the universal set, write down the complements of the following sets. First set builder formula ആണ് തന്നിരിക്കുന്നത്. X such that X is an even natural number. So complement of a set എഴുതണമെങ്കിൽ നമുക്ക് അതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണമെന്നില്ല. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് X such that X is an even natural number ആണ്. യൂണിവേഴ്സൽ സെറ്റ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ ഈവൻ നാച്ചുറൽ നമ്പേഴ്സും പിന്നെ വേറെ ഏത് സെറ്റ് കൂടിയാലാണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് യൂണിവേഴ്സൽ സെറ്റ് കിട്ടുക? സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് യൂണിവേഴ്സൽ സെറ്റായ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് കിട്ടുക. അല്ലെങ്കിൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ ദ കോംപ്ലിമെന്റ് ഓഫ് ദിസ് സെറ്റ് ഇസ്, നമുക്ക് അതിന്റെ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നെ എഴുതാൻ പറ്റും. X such that X is an odd natural number. So this is complement of the given set. Okay, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. അടുത്ത സെറ്റ് ബിൽഡർ ഫോമിൽ തന്നത് X such that X is an odd natural number. സോ യൂണിവേഴ്സൽ സെറ്റ് ഏതാണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് കുറച്ചു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. സോ ദ കോംപ്ലിമെന്റ് ഓഫ് ദിസ് സെറ്റ് ഇസ് X such that X is an even natural numbers. Okay.
such that x is a positive multiple of 3. So set of natural numbers-ൽ തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. സോ ബാക്കിയുള്ള എലമെന്റ്സ് ആണ് കോംപ്ലിമെന്റ് ഓഫ് ദി സെറ്റ് ആവുക. സോ ബാക്കിയുള്ള എലമെന്റ്സിനെ നമ്മൾ എങ്ങനെ ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ പറയും? ഇത് എക്സ് ഇസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ നമുക്ക് എഴുതാം ഇതിന്റെ കോംപ്ലിമെന്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം ആൻഡ് എക്സ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3 ഉണ്ടാവും, നോട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 3 ഉണ്ടാവും. അത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വരും. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, യൂണിവേഴ്സൽ സെറ്റായ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ മൾട്ടിപ്പിൾസ് ഓഫ് 3 കുറച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എലമെന്റ്സിന് എന്താ പറയാ? നോട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 3. ഓക്കെ, അടുത്ത സെറ്റ് ബിൽഡർ ഫോമിൽ തന്ന സെറ്റ് കാണാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ. So what is the complement of this set? Know that prime numbers and composite numbers together constitute a set of natural numbers. Set of natural numbers എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് അതിനകത്ത് പ്രൈം നമ്പർ വരും, പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സും വരും. പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. 4, 6, 8 എന്നൊക്കെ ഉള്ള നമ്പേഴ്സ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. സോ എക്സ് ഇസ് എ പ്രൈം നമ്പർ ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ കോമ്പോസിറ്റ് നമ്പർ, അല്ലെങ്കിൽ എക്സ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്നും എഴുതും. Set x such that x is a natural number divisible by 3 and 5. 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ കോംപ്ലിമെന്റ് ആണ് നമുക്ക് എഴുതേണ്ടത്. സോ കോംപ്ലിമെന്റ് ഓഫ് ദിസ് സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ നാച്ചുറൽ നമ്പർ തന്നെയായിരിക്കണം കോംപ്ലിമെന്റിലും ഉണ്ടാവേണ്ടത്. പക്ഷെ ആ നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്, അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. ഓക്കെ, എക്സാമ്പിൾ ഇതിന് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി നോക്കിയാൽ ഏതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ് 3 കൊണ്ടും 5 കൊണ്ടും 3 and 5 ആണ് 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതാണ്? 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. സോ ഏതൊക്കെയാണ് വരിക? 15, 30, 15ന്റെ മൾട്ടിപ്പിൾസ് ആണ് വരിക, 45 എക്സെട്ര. ഈ നമ്പേഴ്സ് ആണ് 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഈ സെറ്റിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുക ഇങ്ങനെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 3 and 5. ഇത് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്കറിയാം തന്നിരിക്കുന്ന സെറ്റിലുള്ള എലമെന്റ്സ് 15ന്റെ മൾട്ടിപ്പിൾസ് ആണ്, 15, 30, 45 അങ്ങനെ. അപ്പം ഈ നമ്പേഴ്സ് ഒന്നും അല്ലാത്ത ഒരു നമ്പർ എടുക്കാം. സപ്പോസ് 6 എന്ന നമ്പർ കൺസിഡർ ചെയ്യും. അപ്പൊ നമ്മൾ അതിന്റെ കോംപ്ലിമെന്റ് കൺസിഡർ ചെയ്ത് എങ്ങനെയാണ്? ആ നമ്പറിനെ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്, 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. അങ്ങനത്തെ എലമെന്റ്സ് മാത്രമാണ് ഇതിന്റെ കോംപ്ലിമെന്റിൽ വരിക എന്നാണ് നമ്മൾ എഴുതിയത്. 6 നോക്കൂ, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? യെസ്, ഇറ്റ് ഇസ് പോസിബിൾ. 6 ഇസ് ഡിവിസിബിൾ ബൈ 3 ആണ്. സോ ഇവിടെ എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ഡിവിസിബിൾ ബൈ 3 and 5ന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 3 or 5 എന്ന് മാറ്റണം. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് യൂണിവേഴ്സൽ സെറ്റിലുള്ള റിമൈനിങ് എലമെന്റ്സ് ഈ സെറ്റിലെ എലമെന്റ്സ് ആയിട്ട് വരും. ഓക്കെ, അടുത്ത സെറ്റ് ബിൽഡർ ഫോമിലെ സെറ്റ് കാണാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. സോ വാട്ട് വിൽ ബി ദ കോംപ്ലിമെന്റ് ഓഫ് ദിസ് സെറ്റ്? പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെ? നാച്ചുറൽ നമ്പേഴ്സ് ആയ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 4, 9, 16 അങ്ങനെ. അപ്പൊ ബാക്കിയുള്ള നമ്പേഴ്സ് നമ്മൾ എന്താ പറയാ? പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പേഴ്സ് ആണ്. സോ എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. This is the complement of the given set. Okay, അടുത്ത നോക്കൂ. x such that x is a perfect cube. ഏതെങ്കിലും ഒരു നമ്പറിന്റെ ക്യൂബ് ആയിട്ട് വരുന്ന
നമ്പേഴ്സിന്റെ സെറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഏതൊക്കെയാണ് ക്യൂബ്? 1 is a cube of 1. നെക്സ്റ്റ് 8 is cube of 2. 27 is cube of 3. ഈ നമ്പേഴ്സ് ആണ് ക്യൂബ് ഓഫ് പെർഫെക്റ്റ് ക്യൂബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതല്ലാത്ത നമ്പേഴ്സിന് നമ്മൾ എന്താ പറയാ? നോട്ട് പെർഫെക്റ്റ് ക്യൂബ്. ഓക്കെ, സോ ദ കോംപ്ലിമെന്റ് ഓഫ് given set is x such that x is not a perfect cube. Okay, ഇവിടെ കാണാം x such that x plus 5 is equal to 8. x ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, കാരണം നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് തന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന സെറ്റുകളെല്ലാം യൂണിവേഴ്സൽ സെറ്റിന്റെ സബ് സെറ്റുകളാണ്. സോ എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഈ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ തന്നാൽ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂസ് ആണ് സെറ്റിൽ വരിക. ഈ ഒരു ഇക്വേഷനിൽ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ ഏതാണ്? 3 ആണ്. എക്സ് പ്ലസ് 5 8 ആണെങ്കിൽ എക്സ് എന്താണ്? 8 മൈനസ് 5 3 ആണ്. ഓക്കെ, അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിൽ 3 എന്ന സിംഗിൾട്ടൺ സെറ്റ് ആണ് ഈ സെറ്റിൽ വരികയുള്ളൂ. സോ 3 എന്ന നമ്പർ ഇല്ലാത്ത ബാക്കി നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. അതാണ് ഈ സെറ്റിന്റെ കോംപ്ലിമെന്റ്. സോ എങ്ങനെ എഴുതും? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്, പക്ഷെ എക്സ് എന്താകാൻ പാടില്ല? 3 ആകാൻ പാടില്ല. സോ ദിസ് ഈസ് ദ കോംപ്ലിമെന്റ് ഓഫ് ദ ഗിവൺ സെറ്റ്. ഓക്കെ, ഇനി ഇങ്ങനെ എഴുതി പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്താൽ മതി? ഈക്വൽ ടു ആണ് തന്നതെങ്കിൽ കോംപ്ലിമെന്റിൽ നോട്ട് ഈക്വൽ ടു എന്ന് മാറ്റിയാൽ മതി. ഓക്കെ, അടുത്ത് നോക്കാം. എക്സ് സച്ച് ദാറ്റ് 2x plus 5 is equal to 9. ഓക്കെ, 2x plus 5 equal to 9 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ വരിക? 4 plus 5 ആണ് 9. സോ എക്സ് 2 ആണ് വരിക. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരണം, 2 വരാൻ പാടില്ല. സോ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ, എക്സ് നോട്ട് ഈക്വൽ ടു 2. ഇനി നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എക്സ് സച്ച് ദാറ്റ് 2x plus 5 നോട്ട് ഈക്വൽ ടു 9 എന്ന് എഴുതിയാലും മതി. ഓക്കെ, അടുത്ത നോക്ക്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എങ്ങനെ എഴുതും? എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 എന്ന് പറയുമ്പോൾ ഏതൊക്കെ എലമെന്റ്സ് അവര്? 7 മുതൽ അങ്ങോട്ടേക്കുള്ള നാച്ചുറൽ നമ്പർ 7 8 9 10 അങ്ങനെ പോകും. അപ്പൊ അതല്ലാത്ത എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 1 മുതൽ 6 വരെയുള്ള എലമെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എക്സ് ലെസ് ദാൻ 7, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ 1 2 3 4 5 6 എന്നും എഴുതാം. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് x such that x belongs to n, set of all natural numbers, and 2x plus 1 greater than 10. 2x plus 1 greater than 10 ആയിരിക്കണം. സോ നമ്മൾ എക്സിന്റെ വാല്യൂ ആണ് ഇവിടെ നോക്കേണ്ടത്. ഓക്കെ, 2x plus 1 greater than 10 വരികയാണെങ്കിൽ 2x എന്താവും? ഗ്രേറ്റർ ദാൻ. ഈ 1ന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സിമ്പലിന് മാറ്റം വരില്ല. 10 മൈനസ് 1, 2x ഈസ് ഗ്രേറ്റർ ദാൻ 9 ആവും. സോ എക്സ് എന്ന് പറഞ്ഞാൽ 9 എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 9/2 ആയി. രണ്ടിനും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. സോ 9/2 ആയി. ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ 9/2 ഈസ് 4.5. സോ ഈ സെറ്റിനകത്ത് വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4.5ന് മുകളിലുള്ള എലമെന്റ്സ് ആണ്. അതായത് 5 6 7 8 9 അങ്ങനെ പോകും. ഓക്കെ, സോ ഇതിനെ റോസ്റ്റർ ഫോം, ഈ സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് 4.5ന് മുകളിലുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ അത് 5 6 7 8 അങ്ങനെ പോകും. അപ്പൊ അതല്ലാത്ത സെറ്റാണ് കോംപ്ലിമെന്റിൽ വരിക. സോ ഇറ്റ്സ് കോംപ്ലിമെന്റ് ഈസ്, നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. അങ്ങനെ വരുമ്പോൾ ഏതാ നാച്ചുറൽ നമ്പർ ആയിരിക്കണം, ഇതിൽ എലമെന്റ്സ് ആകുകയും ചെയ്യരുത്. അപ്പൊ 1 2 3 4 എന്ന് നിർത്താം. അല്ല എങ്കിൽ 2x plus 1 greater than 10 നമ്മൾ എപ്പോൾ അവിടെ x greater than 4.5ലേക്ക് എത്തി. അതിനെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യും. അപ്പൊ സെറ്റ് ബിൽഡപ്പ് ഫോമിൽ എഴുതുകയാണെങ്കിൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ് എടുക്കുക. ലെസ് ദാനും എടുക്കുക, ഈക്വൽ ടു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/2 എന്നാണ് വരിക, അല്ലെങ്കിൽ 4.5. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നാച്ചുറൽ നമ്പറാണ്, 9/2 വരില്ല. അപ്പൊ ഇത് എഴുതണ്ട, ഇങ്ങനെ എഴുതാം. എക്സ് ലെസ് ദാൻ 9/2.
or x less than 4.5 എന്ന് എഴുതിയത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. സാധാരണ ഗ്രേറ്റർ ദാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് എഴുതുമ്പോൾ ലെസ് ദാൻ ഒരു ഈക്വൽ ടു എഴുതും. ഇവിടെ നാച്ചുറൽ നമ്പറിൽ ഒരിക്കലും 9/2 വരില്ല. അതുകൊണ്ടാണ് ഈക്വാലിറ്റി കേസ് എഴുതാത്തത്. Now we discuss some properties of complement sets. The first property is complement laws. അവിടെ രണ്ടെണ്ണം ഉണ്ട്. A union A complement is equal to universal set U. A intersection A complement is equal to empty set. Okay, അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് 1 2 3 4 5 എന്ന് എടുത്തു. ഓക്കെ, A is 1 to 1. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി എ കോംപ്ലിമെന്റ്? യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ് ആണ് എ കോംപ്ലിമെന്റിൽ വരിക. സോ ഏതൊക്കെയാണ്? 3ഉം 4ഉം 5. അപ്പോൾ നമുക്ക് എയുടെയും എ കോംപ്ലിമെന്റിന്റെയും യൂണിയൻ എടുക്കുമ്പോൾ എന്താണ് കിട്ടുക? യൂണിവേഴ്സൽ സെറ്റ് ആണ് കിട്ടുക. ഓക്കെ, ഇനി എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റോ? നമുക്കറിയാം എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിലെ എലമെന്റ്സ് എയിൽ ഇല്ലാത്തതാണ്. സോ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? എംറ്റി ആയിരിക്കും. സോ പഠിക്കേണ്ട ഒരു റിസൾട്ടാണിത്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈസ് യൂണിവേഴ്സൽ സെറ്റ് യു. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈസ് എംറ്റി സെറ്റ്. കോംപ്ലിമെന്റ് സെറ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്, ഡി മോഗൻസ് ലോ. ഫസ്റ്റ് ലോ, എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. Second law, A intersection B the all complement is equal to A complement union B complement. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണിത്, ഡി മോഗൻസ് ലോ. നമ്മൾ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലൊക്കെ ഡി മോഗൻസ് ലോ അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. സോ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു റിസൾട്ടാണിത്, ഡി മോഗൻസ് ലോ. A union B the all complement is equal to A complement intersection B complement. A intersection B complement is equal to A complement union B complement. ഇത് ഈസിയാണ്. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ ഓരോ സെറ്റിനും സെപ്പറേറ്റ് കോംപ്ലിമെന്റ് കൊടുക്കുമ്പം യൂണിയൻ ഇന്റർസെക്ഷൻ ആയിട്ട് മാറുന്നു. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ ഓരോ സെറ്റിനും സെപ്പറേറ്റ് ആയിട്ട് കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ ഇന്റർസെക്ഷൻ യൂണിയൻ ആയിട്ട് മാറുന്നു. ഇത് വെരിഫൈ ചെയ്യാൻ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. എക്സസൈസ് 1.5 ക്വസ്റ്റ്യൻ നമ്പർ 4. ഇഫ് യു ഈസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9, എ ഈസ് ഈക്വൽ ടു 2 4 6 8 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 2 3 5 7, വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് and A intersection B the all complement is equal to A complement union B complement. So ഇവിടെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റും തന്നിട്ടുണ്ട്, എയും ബിയും തന്നിട്ടുണ്ട്. ഡി മോഗൻസ് ലോ വെരിഫൈ ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് എ യൂണിയൻ ബി കാണാം. വാട്ട് ഇസ് എ യൂണിയൻ ബി? എ ഈസ് 2 4 6 8, ബി ഈസ് 2 3 5 7. സോ എ യൂണിയൻ ബി ഈസ്, ഞാൻ ഓർഡറിൽ എഴുതാം, 2 എഴുതി, രണ്ടിലുള്ള എലമെന്റ്സ് എഴുതണം. 2 എഴുതി, 3 എഴുതി, 3 ബിയിലുണ്ട്. സോ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എയിലുള്ള എലമെന്റ്സ്, അല്ലെങ്കിൽ ബിയിലുള്ള എലമെന്റ്സ്, അല്ലെങ്കിൽ രണ്ടിലുള്ള എലമെന്റ്സ്. ഓക്കെ, സോ 2 3 then 4 എയിലുണ്ട്. സോ 4 ക്യാൻ ബി റിട്ടൺ ഹിയർ. ആൻഡ് 5 ബിയിലുണ്ട്, 5 എഴുതാം. 6 എയിലുണ്ട്, 6 എഴുതാം. 7 ബിയിലുണ്ട്, 7 എഴുതാം. 8 എയിലുണ്ട്, 8 എഴുതാം. സോ ദിസ് ഇസ് എ യൂണിയൻ ബി. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് us find എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? എയിലും ബിയിലും കോമൺ ആയിട്ട് നമുക്ക് 2 മാത്രമേ ഉള്ളൂ. സോ എ ഇന്റർസെക്ഷൻ ബി ഈസ് 2, സെറ്റ് 2. ഓക്കെ, ദെൻ നമുക്ക് ആവശ്യം എ കോംപ്ലിമെന്റ് കാണണം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എയിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെന്റ്സ് ആണ് എഴുതേണ്ടത്. സോ എയിലുള്ള 2 4 6 8 ഒഴിവാക്കിക്കൊണ്ടുള്ള എലമെന്റ്സ് വേണം എ കോംപ്ലിമെന്റിൽ എഴുതാൻ. സോ വി ഹാവ് 1 3 5 7 9. Okay, now what is B complement? B complement is universal set minus B ആണ്. That means universal സെറ്റിലെ എലമെന്റ്സ് എഴുതണം, അത് ബിയിൽ ഉണ്ടാകാൻ പാടില്ല. സോ ബിയിലുള്ള എലമെന്റ്സ് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സ് ആണ് എഴുതേണ്ടത്. 2ഉം 3ഉം 5ഉം 7ഉം ഒഴിവാക്കിയിട്ടുള്ള എലമെന്റ്സ്. സോ ഏതൊക്കെ കിട്ടും? 1 4 6 8 9. ഓക്കെ, ഇനി നമുക്ക് വെരിഫൈ ചെയ്യാം. ഒന്നാമത്തത്
A union B complement. A union B complement എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് A യൂണിയൻ B മൈനസ് ചെയ്യാന്നാണ്. യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, A യൂണിയൻ B നമ്മൾ കണ്ടുപിടിച്ചു. സോ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് A യൂണിയൻ Bയിലെ എലമെന്റ്സ് കുറച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 വരും, then 9 വരും. സോ 1ഉം 9, ബാക്കി 2, 3, 4, 5, 6, 7, 8 A യൂണിയൻ Bയിലുള്ളതാണ്. സോ A യൂണിയൻ B the whole complement is 1, 9. ഇനി റൈറ്റ് സൈഡ് നോക്കുക, A complement intersection B complement ആണ്. സോ ലെറ്റ്സ് റൈറ്റ് A complement intersection B complement. നമ്മൾ ഓൾറെഡി A complementum B complementum കണ്ടുപിടിച്ചു. സോ ആ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നോക്കുക. രണ്ടിലും കോമൺ ആയിട്ട് 1 ഉണ്ട്, അതേപോലെ കോമൺ ആയിട്ടുള്ളത് 9 ആണ്. സോ നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷനും എടുക്കുമ്പോൾ കാണാം ഇത് രണ്ടും ഈക്വൽ ആണ്. ഇവിടെയും 1, 9, ഇവിടെയും 1, 9. സെയിം എലമെന്റ്സ് ആണുള്ളത്. സോ A യൂണിയൻ B the whole complement is equal to A complement intersection B complement. അതുപോലെ ഡിമോഗൻസ് ലോയിലെ രണ്ടാമത്തെ ലോ നമുക്ക് വെരിഫൈ ചെയ്യാം. അവിടെ നമുക്ക് വേണ്ടത് A intersection B the whole complement. ഓക്കെ, A intersection B നമ്മൾ കണ്ടുവച്ചു. സോ A intersection B the whole complement എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് A intersection B മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, A intersection Bയിൽ ഒരേ ഒരു എലമെന്റേ ഉള്ളൂ 2. സോ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 2 ഒഴിവാക്കിയിട്ടുള്ള എലമെന്റ്സ് എഴുതും. സോ വി ഹാവ് 1, 3, 4, 5, 6, 7, 8, 9. 2 ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റ്സ് ആണ് A intersection B കോംപ്ലിമെന്റിൽ വരും. സോ A intersection B കോംപ്ലിമെന്റ് A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് ആണെന്നാണ് പറയുന്നത്. സോ നമ്മൾ A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് കാണാം. A കോംപ്ലിമെന്റും B കോംപ്ലിമെന്റും നമ്മൾ ഓൾറെഡി കണ്ടെത്തിയതാണ്. സോ A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റിൽ Aയിലെ എലമെന്റ്സ് Bയിലെ എലമെന്റ്സും വരും. സോ നോക്കാം, Aയിലെ എലമെന്റ്സ് എഴുതുമ്പോൾ 1, 3, 4 B കോംപ്ലിമെന്റിലുണ്ട്. സോ 4 എഴുതാം. 5 A കോംപ്ലിമെന്റിലുണ്ട്. സോ 5 എഴുതാം. 6 B കോംപ്ലിമെന്റിലുണ്ട്, അത് എഴുതാം. 7 A കോംപ്ലിമെന്റിലുണ്ട്. 8 B കോംപ്ലിമെന്റ്. 9 രണ്ടിലുണ്ട്. സോ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. സോ ഇത് രണ്ടും നോക്കൂ, രണ്ടിലും ഒരേ എലമെന്റ്സ് ആണ് കാണുന്നത്. Therefore A intersection B the whole complement is equal to A complement union B complement. Exercise 1.5 question number 5. Draw appropriate Venn diagram for each of the following. നമുക്കിവിടെ 5 സെറ്റുകൾ തന്നിട്ടുണ്ട്. A union B the whole complement, A complement intersection B complement, A intersection B the whole complement, A complement union B complement. ഓക്കെ, ഇപ്പം നമുക്ക് 1 by 1 ആയിട്ട് വരയ്ക്കാം. ഫസ്റ്റ് വൺ A union B the whole complement. ഓക്കെ, സോ വെൻ ഡയഗ്രം വരയ്ക്കാൻ ആദ്യം നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കും. ഫോർ ദ യൂണിവേഴ്സൽ സെറ്റ് U രണ്ട് സെറ്റ് ഇവിടെ വരയ്ക്കണം, എയും ബിയും. സോ ഓവർലാപ്പ് ചെയ്യുന്ന രണ്ട് സർക്കിൾസ് വരയ്ക്കാം. ദിസ് ഇസ് സെറ്റ് A, ദിസ് ഇസ് സെറ്റ് B. സോ നമുക്കിവിടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കേണ്ടത് A യൂണിയൻ B ദ ഓൾ കോംപ്ലിമെന്റ് ആണ്. A യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്. സോ ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഏത് സെറ്റാണെന്ന് ആദ്യം മനസ്സിലാക്കാം. A യൂണിയൻ B ആണ് സെറ്റ്. അപ്പൊ A യൂണിയൻ B എന്ന് പറയുമ്പോൾ രണ്ട് സർക്കിളും ആണ് വരിക. അപ്പൊ രണ്ട് സർക്കിളും ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള യൂണിവേഴ്സൽ സെറ്റിന്റെ ഭാഗം ഷെയ്ഡ് ചെയ്യാം. അതാണ് A യൂണിയൻ B കോംപ്ലിമെന്റ്. So this is A union B the whole complement. Okay, അടുത്ത് A complement intersection B complement. Okay, rectangle വരയ്ക്കാം. ഓവർലാപ്പ് ചെയ്യുന്ന രണ്ട് സർക്കിൾസ് വരയ്ക്കുന്നു. ദിസ് ഇസ് A and this is B. ഓക്കെ, അപ്പൊ A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ A ഉണ്ടാകാൻ പാടില്ല, A ഉണ്ടാവാത്ത ബാക്കിയുള്ള ഭാഗം. അപ്പൊ ഫസ്റ്റ് സർക്കിൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗമാണ് A കോംപ്ലിമെന്റ് എന്ന് വരിക. B കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? B വരാത്ത ഭാഗങ്ങൾ. ഓക്കെ, അപ്പൊ എയും വരാൻ പാടില്ല, ബിയും വരാൻ പാടില്ല.
ഇന്റർസെക്ഷൻ വന്നതുകൊണ്ട് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ സർക്കിളും പാടില്ല, ബി എന്ന സർക്കിളും പാടില്ല, ബാക്കി ഭാഗം. സോ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് രണ്ടും ഒരേ ഫിഗറാണ് വന്നിരിക്കുന്നത്. സോ അതാണ് നമ്മൾ പഠിച്ചത്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. ഡി മോർഗൻസ് ഫസ്റ്റ് ലോ. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ വെൻ ഡയഗ്രം വരയ്ക്കാൻ ഫസ്റ്റ് വി ഡ്രോ ദ റെക്ടാങ്കിൾ. ഓവർലാപ്പ് ചെയ്യുന്ന രണ്ട് സർക്കിൾസ് നമ്മൾ വരയ്ക്കുന്നു, എയും ബിയും. നമുക്ക് കാണേണ്ടത് കോംപ്ലിമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് മനസ്സിലാക്കാം. എ ഇന്റർസെക്ഷൻ ബി ഏതാണ്? ഈ നടുവിൽ വരുന്ന ഈ ലൂപ്പാണ് എ ഇന്റർസെക്ഷൻ ബി. സോ അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഷെയ്ഡ് ചെയ്യാം. അത് മൊത്തമാണ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആയിട്ട് വരാം. നടുവിലത്തെ ലൂപ്പ് മാത്രം ഒഴിവാക്കിക്കൊണ്ട് ഷെയ്ഡ് ചെയ്യും. ഓക്കെ, ഇതൊഴിവാക്കി ബാക്കിയൊക്കെ ഷെയ്ഡ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് നാലാമത് വരയ്ക്കേണ്ട വെൻ ഡയഗ്രം എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റിന്റെ ആണ്. യൂണിവേഴ്സൽ സെറ്റ് യു. ഓവർലാപ്പ് ചെയ്യുന്ന രണ്ട് സർക്കിൾസ് വരച്ചു. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ എന്ന സർക്കിൾ ഒഴിവാക്കണം. സോ എ എന്ന സർക്കിൾ ഒഴിവാക്കിയിട്ട് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യാണ് എ കോംപ്ലിമെന്റ് മാത്രം. സോ ഇത് വരും എന്തായാലും എ എന്ന സർക്കിളാണ് ഒഴിവാക്കാൻ പറഞ്ഞത്. ഇതാണ് എ കോംപ്ലിമെന്റ്. യൂണിയൻ ആകുമ്പോൾ ആ ഭാഗമൊക്കെ വരും, കോമൺ ആയിട്ടുള്ളതല്ല വരുന്നത്. ആ എ കോംപ്ലിമെന്റ് മുഴുവനും വരും. ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ബി എന്ന സർക്കിൾ ഒഴിവാക്കിയിട്ടുള്ള ഭാഗം. സോ ഓൾറെഡി നമ്മളെ പുറം ഭാഗം ഷെയ്ഡ് ചെയ്തു, ഇതും വരും. സോ നമ്മൾ ആകെ ഒഴിവാക്കിയിട്ടുള്ളത് ആ നടുവിലത്തെ ലൂപ്പ് മാത്രമാണ്. ഇത് രണ്ട് സെയിം ആണെന്ന് കാണാം. സോ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണെന്ന് വെൻ ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കാം. Next property on complement of a set, law of double complementation. A complement the whole complement is equal to A. വളരെ എളുപ്പമായിട്ടുള്ള ഒരു ലോ ആണിത്. നമുക്കറിയാം എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യു മൈനസ് എ ആണ്. ഓക്കെ, സോ എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു മൈനസ് എ കോംപ്ലിമെന്റ് ആണ്. യു മൈനസ് എ കോംപ്ലിമെന്റ് എന്താണ്? എ തന്നെയാണ്. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. സപ്പോസ് യു ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് 1 2 3 4 5 6 7 8 9. ഓക്കെ, എ എടുക്കുന്നു. എ ഈസ് 1 3 5 7 9. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എ കോംപ്ലിമെന്റ്? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെന്റ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ബാക്കിയുള്ള എലമെന്റ്സ് യുയിൽ എഴുതണം. 2 4 6 8. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് എന്താ? എ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റിലുള്ള എലമെന്റ്സ് ഒഴിവാക്കിയിട്ട് യുയിൽ എലമെന്റ്സ് എഴുതണം. സോ എന്ത് കിട്ടും? 1 3 5 7 9. അത് എന്ത് തന്നെയാണ്? എ തന്നെയാണ്. സോ എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ. ദാറ്റ് ഈസ് കോൾഡ് ദ ലോ ഓഫ് ഡബിൾ കോംപ്ലിമെന്റേഷൻ. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഓൺ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്, ലോസ് ഓഫ് എംപ്റ്റി സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. Phi complement is U, U complement is phi. Okay, that means phi എന്ന് പറഞ്ഞാൽ empty set ആണ്. empty സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വേണം? എല്ലാ എലമെന്റ്സും വേണം. എല്ലാ എലമെന്റ്സും ഉൾക്കൊള്ളുന്നത് യൂണിവേഴ്സൽ സെറ്റിലാണ്. അതുകൊണ്ടാണ് phi കോംപ്ലിമെന്റ് യൂണിവേഴ്സൽ സെറ്റ് ആയത്. ഇനി യു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുയിലെ എലമെന്റ്സ് ഒന്നും പാടില്ല. യു എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ സെറ്റ് ആണ്. എല്ലാ എലമെന്റ്സും ഉൾക്കൊള്ളുന്നതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഒരു എലമെന്റ് പാടില്ല എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? എംപ്റ്റി സെറ്റ് ആയിരിക്കും. സോ ഓർത്ത് വയ്ക്കുക, ഫൈ കോംപ്ലിമെന്റ് യൂണിവേഴ്സൽ സെറ്റ് ആണ്, യു കോംപ്ലിമെന്റ് എംപ്റ്റി സെറ്റ് ആണ്. സോ ഇത്രയുമാണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റിന്റെ പ്രോപ്പർട്ടീസ്. ഓർക്കുക. സോ 4 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഓർത്ത് വെക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചത് കോംപ്ലിമെന്റ് ലോസ് എന്ന് പറഞ്ഞ് പഠിച്ചത് എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യൂണിയൻ
യൂണിവേഴ്സൽ സെറ്റ് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈസ് എംപ്റ്റി സെറ്റ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഡി മോർഗൻസ് ലോ ആണ്. അപ്പൊ ആ പേരോടുകൂടി തന്നെ അത് പഠിക്കണം. ഡി മോർഗൻസ് ലോ. എന്താണ് ഡി മോർഗൻസ് ലോ? എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അടുത്തത് എ ഇന്റർസെക്ഷൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ. മൂന്നാമത് നമ്മൾ പഠിച്ചതാണ് ലോ ഓഫ് ഡബിൾ കോംപ്ലിമെന്റേഷൻ. ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ് ദ ഓൾ കോംപ്ലിമെന്റ് ഈസ് എ. നാലാമത് പഠിച്ച ലോ ആണിത്. ലോ ഓഫ് എംപ്റ്റി സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. ഫൈവ് കോംപ്ലിമെന്റ് ഈസ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് കോംപ്ലിമെന്റ് ഈസ് എംപ്റ്റി സെറ്റ് 5. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം.